ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പിന്നത്തെ വീഡിയോയിൽ കാണിച്ചത് നമ്മളെ ഫോട്ടോഷോപ്പിൽ വന്നിട്ടുള്ള ഒരു ഇറാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ടൂൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യുന്ന സമയത്തോ ഇങ്ങനെ ഒരു ഇറർ, അതായത് സ്ക്രാച്ച് ഡിസ്കാർ ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇററാണ് കാണിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഡിസ്കിൽ സ്പേസ് ഇല്ലാത്തതാണ്. ബട്ട് ഇനഫ് നമ്മുടെ ഡിസ്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ കാണിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ PC എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് എൻ്റെ മൈ കമ്പ്യൂട്ടർ എടുത്ത് കാണാം, 60 GB തന്നെ ഇവിടെ ഡിസ്കിൽ സ്പേസ് ഉണ്ട്. എല്ലാത്തിലും 60-നും 50-നും മുകളിൽ സ്പേസ് ഉണ്ട്. സ്റ്റിൽ എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ഡിസ്ക് ഫുള്ളും അല്ല, ബട്ട് ഇങ്ങനെ ഒരു ഇററാണ് കാണിക്കുന്നത്. അപ്പൊ അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. എനിക്ക് ഒരു ഇറർ വന്ന് യൂട്യൂബിൽ കുറെ നോക്കിയിട്ടൊന്നും കിട്ടാതെ ലാസ്റ്റ് ഗൂഗിൾ മാറി നോക്കിയപ്പോഴാണ് ഒരു ഇറർ എനിക്കൊരു സൊല്യൂഷൻ കിട്ടിയുള്ളത്. അതാണ് ഈ ഒരു വീഡിയോയിൽ നേരെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്ക്രാച്ച് ഡിസ്ക് ഫുൾ ആണെന്ന് ബേസിക്കലി നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനായി നിങ്ങൾ എഡിറ്റിൽ പോവുക, ഏറ്റവും താഴെയായിട്ട് പ്രിഫറൻസസ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് സ്ക്രാച്ച് ഡിസ്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം CDEF എന്ന് പറഞ്ഞിട്ട് കുറെ പേര് എല്ലാം സെലക്ട് ചെയ്യാൻ പറയും. നിങ്ങൾ ഒരിക്കലും എല്ലാം സെലക്ട് ചെയ്ത് നിങ്ങളെ ഫോട്ടോഷോപ്പ് ലാഗ് ആക്കരുത്. ഇപ്പോൾ സിയിൽ കാണാം 60 GB. ഞാൻ C ആണ് എൻ്റെ ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്തത്. 60 GB സ്പേസ് ഉണ്ട്. ബട്ട് ഇവിടെ എന്നിട്ടും നിങ്ങളുടെ സ്ക്രാച്ച് ഡിസ്ക് ഫുൾ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ആണോ ചെക്ക് ചെയ്യുക. ഫുൾ ആണെങ്കിൽ നിങ്ങൾ സ്പേസ് കുറച്ച് ഉണ്ടാക്കുക. അതായത് ഇവിടെ സ്പേസ് ഇല്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നേരെ കാണാമല്ലോ ഫ്രീ സ്പേസ്. ഇവിടെ ഒരു GB ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് ചെയ്താൽ വേണേ മേ ബി റെഡി ആവും. അപ്പോൾ എനിക്ക് വന്ന എറർ സ്പേസിലല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു എററാണ് കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഡിറ്റിൽ പോയിട്ട് ഇവിടെ പെർജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വർക്ക് ആകുമ്പോൾ നോക്കുക. സ്റ്റിൽ എനിക്കും വർക്ക് അത് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ വർക്ക് ആകുന്നില്ല. സ്റ്റിൽ എൻ്റെ ഡിസ്കിൽ സ്പേസും ഉണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സൊല്യൂഷൻ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു ടാബ്. ഇപ്പോൾ നിങ്ങൾ നോർമലി ചെയ്യുന്നതാണെങ്കിൽ പുതിയൊരു നിങ്ങൾ ക്രിയേറ്റ് ന്യൂ എടുക്കും. അതിനുശേഷം ബേസിക്കലി നിങ്ങൾ നോർമലായിട്ട് ഇപ്പോൾ ഞാൻ യൂട്യൂബ് തംബ്നെയിലാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ഒരു ഡയമെൻഷൻ ഹൈറ്റും വിട്ടും കൊടുത്ത് ഒരു പേജ് ഒരു ന്യൂ ടാബ് എടുത്ത് ജസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എറർ, സെയിം എറർ. അപ്പോൾ ഇനി സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് ഒരു സൊല്യൂഷൻ ആണ്. നിങ്ങൾ ക്രിയേറ്റ് ന്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വൈറ്റിൽ നിന്ന് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എടുത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെന്റിമീറ്റർ അങ്ങനെ കുറേ നമ്മൾ ചെക്ക് ചെയ്യുക. ഒരു ആർട്ട് ബോർഡിൽ സെന്റിമീറ്റർ, പിക്സൽസ്, ഇഞ്ചസ് ഒക്കെ കാണും. അപ്പോൾ നിങ്ങൾ സെന്റിമീറ്റർ ആണ് ഓൾറെഡി നിങ്ങൾ ഡിഫോൾട്ട് ആയിട്ടുള്ളതെങ്കിൽ മേ ബി ആ എറർ സെന്റിമീറ്ററിലായിരിക്കും. ഇനി പിക്സൽസിലാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അതായത് എനിക്കിപ്പോൾ സെന്റിമീറ്റർ എടുക്കുമ്പോഴാണ് എറർ. അപ്പോൾ ഞാൻ പിക്സൽ എടുക്കും. അപ്പോൾ നിങ്ങൾ പിക്സൽസിലാണ് എററെങ്കിൽ നിങ്ങൾ സെന്റിമീറ്റർ എടുക്കുക. ഞാൻ ഇവിടെ പിക്സൽ ആക്കിയിട്ട് ജസ്റ്റ് യൂട്യൂബിൻ്റെ ആ ഒരു ഡയമെൻഷൻ കൊടുക്കുകയാണ്. 1250 720 ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ടൈപ്പ് ടൂൾ ജസ്റ്റ് വർക്കായി. അങ്ങനെ അതായത് ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ആയി. ഇനി നിങ്ങൾക്ക് എല്ലാ ടൂളും വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിൾ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.